ഹേ ഗൈസ്, കുറച്ച് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. എല്ലാവർക്കും വരുന്ന ഒരു അസുഖമുണ്ടല്ലോ, മടി. ആ അസുഖത്തിലായിരുന്നേ ഞാനും. മടി കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് രാവിലെ എഴുന്നേറ്റ്, ഇന്നലെ തന്നെ വിചാരിച്ച് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിലൊക്കെ പോകണമെന്നേ. അതിനുവേണ്ടി രാവിലെ എഴുന്നേറ്റ്, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം മഴയുണ്ട് ചില ദിവസങ്ങളിൽ. ഇന്ന് രാവിലെയും ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കുറേ നേരം ആലോചിച്ച് പോകണോ വേണ്ടയോ എന്നുള്ളത് മടി കാരണമേ. അങ്ങനെ കുളിച്ച് റെഡിയായി നമ്മൾ പോവാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം രാവിലെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നേ. മുറ്റമൊക്കെ നല്ല നനഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ചെറിയൊരു മേഘം മൂടി നിൽപ്പുണ്ട് അടുത്ത മഴയ്ക്കായിട്ട്. അങ്ങനെ പോണ വഴി ഫുള്ള് മഴ നനഞ്ഞാണ് എത്തിയത്. പോയ വഴിക്ക് വഴിയിൽ ആറ്റുകാൽ ക്ഷേത്രം എത്തുന്നതിന് മുന്നേ വഴി ഇറങ്ങി ഞാൻ കുറച്ച് നേരം പാടമൊക്കെ നോക്കി നിന്നേ, ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് നല്ല മഴയായിരുന്നു. ഫുൾ മഴ നനഞ്ഞാണ് എത്തിയത്. ആറ്റാൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയോ കെട്ടിവെച്ച് അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ കുറച്ചായി ക്ഷേത്രത്തിൽ പോയിട്ട്. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പഴവങ്ങാടി പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പോയ വഴിക്ക് ആറ്റാൽ ക്ഷേത്രത്തിലും കൂടി കയറി. ഇന്നങ്ങനെ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. അങ്ങനെ ആറ്റാലിൽ നിന്ന് നേരെ പഴവങ്ങാടിയിലെത്തി. അവിടെ ചെന്ന് തേങ്ങയൊക്കെ ഉടച്ച് കുറച്ച് നേരം അതിൽ കൂടെ നടക്കാമെന്ന് വിചാരിച്ചേ. ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ നമ്മുടെ രാമേന്ദ്രൻ സ്ട്രീറ്റ് ഉള്ളത്. അപ്പോൾ സ്ട്രീറ്റിൽ കൂടെ ഞാൻ അതിൽ കൂടെ ചുമ്മാ ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചേ. ഇവിടെയൊക്കെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി വലിയ പാടാണല്ലോ. അതുകൊണ്ട് വണ്ടി വെച്ചെടുത്ത് നനക്കിയില്ല, ഞാൻ നടന്നാണ് പോയത്. അതിലേ നടന്ന് പോകുമ്പോഴത്തേനെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നേരെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് ഇത്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, അതിൻ്റെ നിറയെ മീനൊക്കെ ഉണ്ട്, പിന്നെ കുറേ പ്രാവുകളൊക്കെ ഉണ്ട്. ആ ഒരു വ്യൂ ആണിത്. ഞാൻ നേരത്തെ ഓഫീസിൽ പോണ സമയത്ത് എപ്പോഴെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കുറച്ച് സമയം നിന്നിട്ട് പോകുമായിരുന്നേ. രാവിലെ ഒരു നല്ല പോസിറ്റീവ് എനർജി ആണല്ലോ, ചുമ്മാ ഇങ്ങനെ. അതിൻ്റെ സൈഡിൽ ഫുട്പാത്ത് ഉണ്ട്, അപ്പോൾ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് അവിടെ നിൽക്കാൻ പറ്റുമേ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേനും വീട്ടിൽ വന്നേ. കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇന്നത്തെ മടി ഇന്നലെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഇന്നലെ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ച് എന്തായാലും നന്നായി, അല്ലെങ്കിൽ ഇന്ന് ഇതൊന്നും നമ്മൾ വെക്കത്തില്ല. അങ്ങനെ പെട്ടെന്ന് അവിയലൊക്കെ വെച്ച് റെഡിയായേ. പിന്നെ നമ്മൾ പഴവങ്ങാടി ചെന്നപ്പോഴത്തേക്കിനും അവിടെ ഉണ്ണിയപ്പം കിട്ടുമല്ലോ, 30 രൂപയാണ്. 5-6 ഉണ്ണിയപ്പം ഉണ്ടെന്ന്. നല്ല ചൂടായിരുന്നു കിട്ടിയ സമയത്തെ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നിരുന്ന് അങ്ങനെ നാരങ്ങ വെള്ളത്തിന് കൊടുത്തില്ലേ 2-3 ഉണ്ണിയപ്പമൊക്കെ കഴിച്ചേ. ഇതിനകത്ത് പഴമൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പത്തിന് വേറൊരു ടേസ്റ്റാണല്ലോ. ഉണ്ണിയപ്പം കഴിച്ച ഗ്യാപ്പിലേ നമ്മുടെ അവിയലൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തിരിച്ച് വന്ന വഴിക്ക് വെള്ളയാണി പോത്തീസിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. വ്ളോഗ് കാണുന്ന ചിലർക്കെങ്കിലും ഒരു സംശയം കാണും, എല്ലാ ദിവസവും ഇത്ര സാധനം വാങ്ങാൻ എന്താ ഒരാൾ താമസിക്കുന്ന വീടല്ലേ എന്നേ. ഒരു വീട്ടിലുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും അവിടെ താമസിക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഓരോന്ന് റീസ്റ്റോക്ക് ചെയ്യുന്നത്. പുതിയ വീടായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തീരണ അനുസരിച്ചിട്ട് ഓരോന്നോരോന്ന് എത്ര വാങ്ങിച്ചുകൊണ്ട് വന്നാലും ഇപ്പോഴും തീർന്നിരിക്കുന്ന സാധനങ്ങൾ കാണുമല്ലോ. അങ്ങനെ ഓരോന്നോരോന്നാക്കി വാങ്ങി കൊണ്ടുവന്നാണ്. ഇനിയും ഇപ്പം നോക്കിയാലും ഇല്ലാത്ത ഞാൻ മറന്നുപോയ സാധനങ്ങളൊക്കെ കാണാം. അതിനാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത്, അതാകുമ്പോൾ കണ്ടുകൊണ്ട് മേടിക്കാമല്ലോ. ഈ ഒരു പപ്പടം അവിടെ കണ്ടപ്പോൾ എടുത്താണ്. നമ്മൾ കൊച്ചായിരുന്നപ്പോഴത്തേനും കട്ടപ്പനയിൽ പോകുമ്പോഴത്തേനും അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ചേട്ടനുണ്ട്. ഒരുപാട് സാധനമൊന്നുമില്ല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ വെളുത്തുള്ളിയില്ലേ, അത് ഇങ്ങനത്തെ കുറച്ച് പപ്പടമൊക്കെയാണ് ആ ചേട്ടനിരുന്ന് വിൽക്കുന്നത്. നമ്മളതിനെ പാണ്ടിപ്പപ്പടം എന്നായിരുന്നു വിളിച്ചിടുന്നത്. പല കളറുണ്ട്, ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ പൊങ്ങി വരുമല്ലോ. അങ്ങനെ അതും ഒരു കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമുക്ക് ബാലകാച്ചന സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു, ഇതുപോലത്തെ 2 പാത്രമേ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് പാലകാച്ചന വന്നപ്പോഴത്തേനും അമ്മ പുളി, കാപ്പിപ്പൊടി, കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. തേയിലപ്പൊടി, ഇതെല്ലാം അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഏറെ ഉള്ളതിൻ്റെ ബാക്കി കവറിൽ കെട്ടി അങ്ങനെ തന്നെ വെക്കും. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് ഞാൻ ഈ പാത്രത്തിൽ വെച്ച്. ഇത് പച്ച കാന്താരി മുളകില്ലേ, അത് ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ്. ചേച്ചിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ് കാന്താരി. അതിനുശേഷം നമുക്ക് മംഗലത്തോണം വരെ പോകണമായിരുന്നേ. ഒരു ബെഡ് നോക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മംഗലത്തോണത്ത് പോയി ബെഡൊക്കെ വാങ്ങി തിരിച്ച് വന്ന വഴിക്ക് സീമ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഇറങ്ങി തല കാണിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി. ഇവിടെ മുറ്റത്ത് അപ്പുറത്തെ പറമ്പിലെ തേക്കിന്ന് വീഴുന്ന പൂവാണ് അത് മുറ്റം നിറയെ നിറഞ്ഞു കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ അക്ഷയയിൽ പോയേ. അക്ഷയയിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേനും നമുക്ക് രണ്ടുപേർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി പൊറോട്ടയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. അങ്ങനെ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഭക്ഷണം കഴിക്കുമ്പോഴത്തേനെ ചില ആളുകൾ പെട്ടെന്ന് കഴിക്കുമല്ലോ, ചിലർ പതുക്കെ കഴിക്കുമല്ലോ. ഞാൻ എൻ്റെ 1.5 പൊറോട്ട ആയപ്പോഴത്തേനും ചേച്ചി 3 പൊറോട്ട കഴിച്ചു കഴിഞ്ഞ്. ചേച്ചി കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് ഫുഡ് കഴിക്കുന്ന ആളാണ്. എൻ്റെ ചായ അനങ്ങിയിട്ടില്ല, ചേച്ചി ചായ കുടിച്ച് തീരാനായി. നമ്മളിത് പറഞ്ഞ് എപ്പോഴും ചേച്ചീനെ കളിയാക്കുവേ. അത് ഓരോരുത്തർ ഫുഡ് കഴിക്കുന്ന രീതിയുടെയാണ് കേട്ടോ. അല്ലാണ്ട് ആരും വലിച്ചു വരി കഴിക്കുന്നതോ, ചിലർക്ക് സ്ലോ ആയിട്ട് കഴിക്കും, ചിലർ ഫാസ്റ്റായിട്ട് കഴിക്കില്ല, അങ്ങനെയാണേ. തിരിച്ച് വന്ന വഴിക്ക് കണ്ണറവള DTDCയിൽ നമുക്ക് കൊറിയർ എടുക്കാനുണ്ടായിരുന്നേ. അവിടെ ഒരുപാട് ഓർക്കിഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു കല്യാണമാല പ്രിസർവ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 അല്ല 2 ഉണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഫ്ലവേഴ്സൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം മാലയിൽ നിന്നൊക്കെ അടർത്തി മാറ്റി വെക്കുമായിരുന്നേ. ഒരെണ്ണം റോസും ആയിരുന്നു, ഒരെണ്ണം താമരയായിരുന്നേ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നല്ല മഴ പിന്നെയും പെയ്യാൻ തുടങ്ങി. ഈ മഴ കുറേ നേരം നിന്നങ്ങ് പെയ്തേ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നേരം മഴ പെയ്യും, പിന്നെ കുറച്ച് നേരം ഒന്ന് തെളിഞ്ഞ് നിൽക്കും, പിന്നെയും പെയ്യും, അങ്ങനെയൊക്കെയാണ് മഴ പെയ്യുന്നത്. അങ്ങനെ ഈ പെരുമഴയത്തായിരുന്നു നമ്മുടെ അവിടെ ബെഡ് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞില്ല, ആൾ ബെഡൊക്കെ ആയിട്ട് വന്നത്. അങ്ങനെ അതിനെയൊക്കെ ഇറക്കി വെച്ച് പിന്നെ പതുക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മടി പിടിക്കും. അപ്പോൾ കുറച്ച് ചെടിയൊക്കെ നടാമെന്ന് വിചാരിച്ച് ഓർക്കിഡ് വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതിൻ്റെ ഓർക്കിഡ് കോണും ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിനകത്തേക്ക് അതിനെയൊക്കെ നട്ട് വെച്ചു. അങ്ങനെ ഈ പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് പതുക്കെ വിളക്ക് വെക്കാമേ. 6:30 ആവാനായിട്ടുണ്ട്. അങ്ങനെ വിളക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വിളക്ക് നമ്മൾ അകത്ത് കത്തിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കുക. പുറത്താണ് വിളക്ക് വെക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് വെക്കുന്നത്. അങ്ങനെ വിളക്കൊക്കെ വെച്ചതിന് ശേഷമുള്ള മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുന്തിരിക്കം പോയിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് കരിക്കട്ട കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കനൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പാടാണല്ലോ. അപ്പോൾ ചിരട്ടയൊക്കെ പൊട്ടിച്ച് മറ്റേ ചകിരിത്തൊണ്ടില്ലേ അതൊക്കെ വെച്ചിട്ട് തീ ഇവിടെ ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് പാടാണ് ഇതിനകത്ത് കിടന്ന് തീ കത്തി കിട്ടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഇതുവഴി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആൾ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ഒരു പൊടി. ഇത് എന്തൊക്കെയോ ചേർന്ന് കുന്തിരിക്കം അങ്ങനത്തെ എന്തൊക്കെയോ 4-5 ഔഷധങ്ങൾ ചേർന്നാണെന്ന് പറഞ്ഞ് കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് മീനിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരമൊക്കെ ആയില്ല, അപ്പോൾ മീനിന് ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ ആ ജോലികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ നെല്ലിമൂട്ടിൽ നിന്നായിരുന്നേ ഈ മീനിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ വെള്ളം ഏകദേശം മാറ്റാനായിട്ടുണ്ട്. പിന്നെ സീമ ചേച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നേ. ഇപ്പോൾ ചേച്ചി വന്നപ്പോഴത്തേക്കിനും ഒരു ഫ്രൂട്ടിയും അതേപോലെ തന്നെ ഒരു പാക്കറ്റ് മിക്സറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ചേച്ചി കൈയും വീശി വരത്തില്ല, വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരെ. അങ്ങനെ ഫ്രൂട്ടിയൊക്കെ കുടിച്ച് രാവിലെ രാമേന്ദ്ര അതിൽ വഴി പോയപ്പോഴത്തേക്കിനെ ഞാൻ കുറച്ച് കമ്മലുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം 20 രൂപയുള്ള ഹിന്ദിക്കാർ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കമ്മൽ കടകൾ അവിടെയുണ്ട്. ഇതിലേതോ ഒന്നിന് മാത്രം 40 രൂപയാണ്, ബാക്കി എല്ലാത്തിനും 20 രൂപയുള്ള. നമ്മുടെ സാധാ ഫാൻസി സ്റ്റോറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് അവർ 40-50 രൂപയൊക്കെ മേടിക്കത്തില്ലേ. അത് വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി, അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ അടുക്കളയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞേ. നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ സെറ്റ് സാരി, സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും കേരള സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ, സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. ഒരുപാട് ദിവസം മടി പിടിച്ചിരുന്നതിൽ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്